Hi dears, welcome to EdCom. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. റേഷ്യോസിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആർ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഷെയർസ് ട്രേഡഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറിന്റെ ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പൊ അതിന്റെ ഷെയറിന്റെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ചില റേഷ്യോസ് ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ. ഏണിംഗ് പെർ ഷെയർ ആണ് അതിൽപ്പെട്ട ഒന്നാണ് ഏണിംഗ് പെർ ഷെയർ. ഒരു ഷെയറും എത്ര ഏണിങ്സ് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏണിംഗ് പെർ ഷെയർ ഉള്ളത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് അതിന്റെ ഇക്വേഷൻ ആണ് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണോ അതിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ കിട്ടും. അപ്പൊ ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഏണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ദിസ് റേഷ്യോ ആക്ച്വലി ഇൻഡിക്കേറ്റ് ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർ. ഓരോ ഇക്വിറ്റി ഷെയറിനും അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഏണിംഗ് പെർ ഷെയർ. അപ്പോൾ ഈ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് EPS എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ചെക്ക് എ ബേസിക് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു let's check another basic question of EPS. Calculate EPS from the following information. EPS കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 4 lakh. അതേപോലെ റേറ്റ് ഓഫ് ടാക്സ് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് 3,80,000. അപ്പൊ ഇതിൽ നിന്ന് EPS കാണാനുണ്ട്. നമ്മൾ EPS കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു. EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ബിഫോർ ടാക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ശരിക്കും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻഡ് അതാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. സോ ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിവിഡൻഡിൽ ഇവിടെ ടാക്സ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 3,80,000 50% എത്രയാണ്? 1,90,000. അപ്പോൾ ടാക്സ് കിട്ടി. അതേപോലെ ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടണം. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇവിടെ 10% ആണ്. 10% ഏതിന്റെ? 4 lakhന്റെ 10% ആ പറയുന്നത്. 4 lakhന്റെ. ഓക്കെ, അതാണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 4 lakh ആണ്. അതിന് 10% അതിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 40,000 ആണ് അതിന്റെ ഡിവിഡൻഡ് വരുന്നത്. അപ്പോ 1,90,000 പ്ലസ് 40,000. അപ്പൊ അത് രണ്ടും കൂടെ കുറച്ചാൽ, അതായത് 3,80,000 നിന്ന് 1,90,000 കുറക്കാം. അതേപോലെ തന്നെ 40,000 കൂടെ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് ആർക്കുള്ളത്? നമ്മൾ ഈ പറയപ്പെട്ട ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അപ്പോൾ 3,80,000 1,90,000 കുറച്ചാൽ 1,90,000, അതിന് 40,000 കുറച്ചാൽ ബാക്കി 1,50,000. അപ്പോൾ 1,50,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ. അപ്പോൾ 1,50,000 കിട്ടിയിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് നമ്പർ എത്ര എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. 5 lakh ആണ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. ഒന്നിന്റെ വില 10 രൂപയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 5 lakh ഫൈൻഡ് ഔട്ട് ചെയ്യണം. 5 ലക്ഷം ടോട്ടൽ, ഒന്നിന്റെ വില 10. അങ്ങനെയാണെങ്കിൽ 50,000 ഷെയർ ആണുള്ളത്. നമ്പർ ഓഫ് ഷെയർസ് 50,000 ആണ്. ഈ 50,000 ഇൻറ്റു 10 ആണ് എത്ര വരിക? 5 ലക്ഷം വരിക. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 50,000. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 50,000 ഇവിടെ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നു. സോ അതിന്റെ ആൻസർ വരിക 33 ആണ്. ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 3.
ദെൻ മറ്റൊരു മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ് ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ഡിവിഡൻഡ് പെയ്ഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ ഡിവിഡൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് ഞാൻ ഫാക്കോസ് ചെയ്ത് പറയുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് പറഞ്ഞു. ഇത് ഈ പാർട്ടില് അല്ലെങ്കിൽ ഈ തുടക്കം മുതലുള്ള പാർട്ടിൽ നമ്മൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഓഫ് റേഷ്യോ ആണ് പറഞ്ഞത്. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റേഷ്യോസും വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കാരണം റേഷ്യോസുകൾ പല റേഷ്യോസും വന്നിട്ട് അതിൽ നിന്ന് പലതും കണ്ടെത്താനുണ്ടാവും. അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത്തരം ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. സോ ഹിയർ മറ്റൊരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാർക്കറ്റ് റേഷ്യോയുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്, എല്ലാം ഉണ്ടാവും ഇതിൽ. തുടക്കം മുതലുള്ള എല്ലാ ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, അങ്ങനെ തുടക്കം മുതൽ നമ്മൾ ക്വിക്ക് റേഷ്യോ, കറണ്ട് റേഷ്യോ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം ഇതിലുണ്ടാവും. ക്വസ്റ്റ്യൻ കാണാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. കണ്ടില്ലേ, വ്യത്യസ്ത റേഷ്യോസ് തന്നിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ആൻസർ. സോ ഹിയർ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റ ഇവിടെ കാര്യമായിട്ട് തന്നിട്ടുള്ളത് എന്താണ് തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് തന്നിട്ടുള്ളത്. 50,000 ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ 85% ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 85% ആണ്. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ഈസ് 15% ഓഫ് സെയിൽസിന്റെ 15% ആയിരിക്കും അല്ലെ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് 85% എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് എത്ര ആയിരിക്കും? ആ ബാക്കി വരുന്ന 15%, സെയിൽസിന്റെ 15% ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എത്ര തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 75,000 നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 75,000. അപ്പൊ ആ 75,000 എന്നുള്ളത് എത്രയാണെന്ന് പറയുന്നത് 50% ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനെ ആ 50%നെ നമ്മൾ 100%ലേക്ക് മാറ്റണം. 100%ലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് സെയിൽസ് ഈക്വൽ ടു 75,000 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് 15% ആണ്. അതിനെ നമ്മൾ 100%ലേക്ക് മാറ്റാണ്. 100%ലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 5 lakh കിട്ടും. അപ്പൊ ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കുക, 5 ലക്ഷം എന്നുള്ളത് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ആക്ച്വലി എന്താണെന്ന് അറിയോ? സെയിൽസ് ആണ്. അപ്പൊ ഈ സെയിൽസിന്റെ 15% എന്ന് പറയുന്നത് 75,000 ആണ്. ഈ 75,000 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവണ്ട? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ 85% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടി, ഇപ്പോ സെയിൽസ് കിട്ടി. എത്ര കിട്ടി? 5 lakh കിട്ടി. അതിൽ നിന്ന് സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കാണ്? ലെസ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടോക്കെ 25. നമ്മൾ നേരത്തെ ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കേട്ടോ, മനസ്സിലാക്കുക. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. 25% ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ സെയിൽസ് നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ആണ്. നോർമലി നമ്മളെ ഒരു ലോജിക്ക്, അതൊരു ലോജിക്കാണ് അതൊക്കെ കേട്ടാ. അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത് ഒരു ലോജിക്കുകളാണ് ഓരോന്ന്. അപ്പൊ അതായത് ലെസ് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ 25% ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോ 25% ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 ലക്ഷത്തിന് 25% എത്രയാണ്? 1,25,000. സോ നമുക്ക് ബാക്കി വരുന്ന 3,70,500. ഇതാണ് എന്ത്? CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടി 3,70,500.
ഇവിടെ ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള ഒരു ശരിക്കും ഇവിടുത്തെ ഒരു എന്താ പറയാ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ആലോചിച്ച് നോക്കിയേ 10 രൂപയുടെ ഒരു 10 രൂപ കോസ്റ്റ് വരുന്ന ഒരു പേന വിറ്റത് 12 രൂപക്ക്, സെയിൽ ചെയ്തത് 12 രൂപക്ക്. അപ്പൊ നമുക്ക് 2 രൂപ ഇവിടെ എന്താണ് പ്രോഫിറ്റ് ആണ് അല്ലെ? അത് അത്രയേ ഉള്ളൂ ഇവിടെയും പറഞ്ഞിട്ടുള്ളതാണല്ലോ. സെയിൽസ് അതിന്റെ കോസ്റ്റ് എത്ര 3,75,000. അപ്പൊ ബാക്കി വരുന്നത് എന്താണ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ സെയിൽസ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ആ രീതിയിൽ അല്ലെ? അപ്പൊ അതേപോലെ ഈ സെയിൽസ് പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും കോസ്റ്റ് കിട്ടും. ഇപ്പൊ ഇവിടെ നോക്കിയേ സെയിൽസ് ആണ് 12, അതിൽ നിന്ന് 10 കുറച്ചാൽ 12ൽ 10 കുറച്ചാൽ എന്ത് കിട്ടും 2 കിട്ടും. ആ 2ആണ് എന്ത് പ്രോഫിറ്റ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലെ? ഓക്കെ, അങ്ങനെയാണ് ഓരോന്ന്. അത്രയുള്ള ആ ഒരു ലോജിക്കേ അവിടെ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ദെൻ ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള മറ്റൊരു ഐറ്റം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ടേൺ നമുക്ക് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഓരോ വഴികളാണ് പറയുന്നത്, മറ്റ് പല രീതികളുണ്ടാവും. അപ്പോൾ ഒന്ന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അതിന്റെ ഇക്വേഷൻ എന്താ? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോന്റെ ഇക്വേഷൻ ശരിക്കും എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ CGS ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോന്റെ ഇക്വേഷൻ. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. അപ്പൊ 8, ഓക്കെ 8. ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്ത് 3,75,000. ആവറേജ് സ്റ്റോക്ക് നമുക്ക് അറിയൂല, ആവറേജ് സ്റ്റോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ആവറേജ് സ്റ്റോക്ക് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? 3,75,000 ഡിവൈഡ് ബൈ 8. ഓക്കെ, 3,00,000. അപ്പൊ ഈ ഒരു ഇൻറ്റു 8 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 3,75,000 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡ് ബൈ ആവും. ഓക്കെ, അപ്പൊ ഡിവൈഡ് ബൈ 8 ആയി. അപ്പോ ഇൻറ്റുവിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഡിവൈഡ് ബൈ 8 ആയി. അങ്ങനെയാണ് വരാം. സോ 46,875 അതാണ് ആവറേജ് സ്റ്റോക്ക് കിട്ടുക. 46,875 നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആവറേജ് സ്റ്റോക്കിന്റെ ഇക്വേഷൻ ശരിക്കും എന്താണെന്ന് നോക്കണം. ആവറേജ് സ്റ്റോക്കിന്റെ ഇക്വേഷൻ ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്തു നോക്കാം. ഇവിടെ ആവറേജ് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് 46,875 ആവറേജ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ജസ്റ്റ് നമ്മളിവിടെ എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 4. ഇവിടെ ഈ ഒരു 2നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇൻറ്റു 2 എന്ത് വരും? ഡിവൈഡ് ബൈ 2 എന്നുള്ളത് എന്താവും? മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ആവും. ഓക്കെ, അപ്പൊ 46,875 ഇൻറ്റു 2. സോ എത്ര വരും? 93,750 അല്ലെ? ചെയ്ത് നോക്കട്ടാ. ദെൻ ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പോ എന്താ പറയാ, ഈ ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ടോട്ടൽ ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 93,750 ആണ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ടോട്ടൽ. അപ്പോ ഇനി എന്താ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? ഇവിടെ അതില് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 50,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു ഇത് ഈ 93,750 എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇൻക്ലൂഡഡ് ആയതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അത്രേ ഉള്ളൂ. 43,750 അല്ലെ? ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ഓരോരോ രീതികൾ, ഓരോരോ വഴികൾ.
മറ്റു വ്യത്യസ്ത രീതികളിലും കാണാൻ പറ്റും. കാണുന്ന പോലെ എങ്ങനെയാണോ പറ്റുന്നത് അതേപോലെ ചെയ്യണം. അപ്പോൾ ഒരേ ഫോർമാറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.